രോഗങ്ങളോട് പോരാടാനും ജീവൻ നിലനിർത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകളാണ് മരുന്നുകളെ ആശ്രയിക്കുന്നത്. ഈ ചികിത്സകൾക്ക് പിന്നിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഗവേഷണങ്ങളുണ്ട്. അവയിൽ നൂതന തത്വത്തിനും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കും ആഗോള ആരോഗ്യ സംരക്ഷണത്തിനും പര്യായമായി മാറിയ ഒരു പേരുണ്ട്. അതാണ് ഫൈസർ. ഫൈസർ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹെൽത്ത് ബ്രാൻഡ് ഓഫ് ദ വീക്കിൽ നമ്മൾ അറിയാൻ പോകുന്നത്. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് പ്ലസിൻ്റെ ഹെൽത്ത് ബ്രാൻഡ് ഓഫ് ദ വീക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1849 ഫൈസറിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ചാൾസ് ഫൈസർ, ചാൾസ് എർഹാർട്ട് എന്നീ 2 ജർമ്മൻ കുടിയേറ്റക്കാർ ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ ഒരു കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനി സ്ഥാപിച്ചു. അക്കാലത്ത് സാധാരണയായിരുന്നു കുടിലിലെ പരാതങ്ങൾക്കെതിരെയുള്ള ചികിത്സയായ സാൻഡ്രോണിനായിരുന്നു അവരുടെ ആദ്യത്തെ പ്രധാന ഉൽപ്പന്നം. ഉയർന്ന ഗുണമേന്മയുള്ള രാസവസ്തുക്കളും ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ കമ്പനി പെട്ടെന്ന് തന്നെ പ്രശസ്തി നേടി. വ്യവസായവൽക്കരണം അമേരിക്കയെ മാറ്റിമറിച്ചപ്പോൾ ഫൈസർ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കുകയും രാജ്യത്തുടനീളം വളർന്നു വരുന്ന വ്യവസായങ്ങൾക്ക് രാസവസ്തുക്കൾ വിതരണം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഒരു ചെറിയ കുടുംബ ബിസിനസ്സായി തുടങ്ങിയത് ഒടുവിൽ $100 ബില്യൺ മൂല്യമുള്ള ഒരു ബഹിരാഷ്ട്ര ആരോഗ്യ സംരക്ഷണ കോർപ്പറേഷനായി മാറി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മെഡിക്കൽ ശാസ്ത്രത്തിൽ വലിയ പുരോഗതികളാണ് ഉണ്ടായത്. ഫൈസർ ഈ മാറ്റങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടുകയും ചെയ്തു. വിവിധ മെഡിക്കൽ സംയുക്തങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ പ്രക്രിയയായ ഫെർമെൻറ്റേഷൻ സാങ്കേതികവിദ്യയിൽ കമ്പനി വൻതോതിൽ നിക്ഷേപം നടത്തി. ഈ നിക്ഷേപങ്ങൾ മെഡിക്കൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെയാണ് തെളിയിക്കുന്നത്. 2ാം ലോക മഹായുദ്ധ സമയത്ത് പെൻസിലിൻ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫൈസർ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച പെൻസിലിൻ ലോകത്തിലെ ആദ്യത്തെ ഫലപ്രദമായ ആൻറ്റിബയോട്ടിക് ആയിരുന്നു. പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാൻ ആവശ്യമായ അത്രയും പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന നൂതന ഫെർമെൻറ്റേഷൻ സാങ്കേതികവിദ്യകൾ ഫൈസർ വികസിപ്പിച്ചെടുത്തു. തുടർന്ന് ലക്ഷക്കണക്കിന് ഡോസുകൾ ലഭ്യമായി. എണ്ണമറ്റ ജീവനുകൾ രക്ഷിക്കപ്പെട്ടു. പെൻസിലിൻ്റെ വിജയം ഫൈസറിനെ ഒരു കെമിക്കൽ നിർമ്മാതാവിൽ നിന്നും മുൻനിര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാക്കി മാറ്റുകയും ചെയ്തു. കമ്പനിയുടെ ഭാവിയെ മാറ്റിമറിച്ച ഒരു വഴിത്തിരിവായിരുന്നു ആ സംഭവം. യുദ്ധത്തിന് ശേഷം ഫൈസർ മരുന്ന് ഗവേഷണത്തിലേക്കും വികസനത്തിലേക്കും ശക്തമായി കടന്നു ചെന്നു. പകർച്ചവ്യാധികൾ, ഹൃദയ സംബന്ധമായ തകരാറുകൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇൻഫ്ലമേഷൻ, ആർത്രൈറ്റിസ്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വിപണിയിലിറക്കി. 20-ാം നൂറ്റാണ്ടിലുടനീളം ഫൈസർ മറ്റ് കമ്പനികളെ ഏറ്റെടുക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ലോകമെമ്പാടും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ ബിസിനസ് വളർച്ചയുമായി സംയോജിപ്പിച്ചു. ഇത് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ ശക്തികളിൽ ഒന്നാകാൻ കമ്പനിയെ പ്രാപ്തമാക്കി. 90കളുടെ വിശകലന വിദഗ്ധർ ബ്ലോക്ക് ബസ്റ്റർ ഡ്രഗ് ഇറ എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഫൈസർ കടന്നു. പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ വരുമാനം നേടാൻ ശേഷിയുള്ള മരുന്നുകൾ വികസിപ്പിക്കുന്നതിലായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഫൈസറിൻ്റെ ഒരു ഉൽപ്പന്നം ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ മരുന്നുകളിൽ ഒന്നായി മാറുകയും ചെയ്തു. അതാണ് വയാഗ്ര. യഥാർത്ഥത്തിൽ ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കായി പരീക്ഷിച്ച ഈ മരുന്നിന് തികച്ചും വ്യത്യസ്തവും അപ്രതീക്ഷിതവുമായ ഒരു ഫലമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. 1998 അംഗീകാരം ലഭിച്ച വയാഗ്ര ഉദ്ധാരണക്കുറവിനുള്ള വിപണിയിലെത്തി ആദ്യത്തെ ജനപ്രിയ ഗുളികയായി മാറി. ഈ മരുന്ന് വൻതോതിലുള്ള വിൽപ്പന കൈവരിക്കുകയും ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറുകയും ചെയ്തു. വയാഗ്ര എന്ന മരുന്ന് ഫൈസറിൻ്റെ പൊതുപ്രതിച്ഛായയെ മാറ്റിമറിക്കുകയും ഫാർമസ്യൂട്ടിക്കൽ കണ്ടുപിടുത്തങ്ങളുടെ സാമ്പത്തിക ശക്തി തെളിയിക്കുകയും ചെയ്തു. ഗവേഷണമാണ് ഫൈസർ എന്ന കമ്പനിയുടെ ബിസിനസിൻ്റെ അടിത്തറ. ഒരു പുതിയ മരുന്ന് വികസിപ്പിക്കുന്നത് സങ്കീർണവും ചിലവേറിയതുമായ പ്രക്രിയയാണ്. സാധ്യതയുള്ള സംയുക്തങ്ങൾ തിരിച്ചറിയാൻ ശാസ്ത്രജ്ഞർ വർഷങ്ങളോളം ചിലവഴിച്ചേക്കാം. ലബോറട്ടറി പരിശോധനയ്ക്ക് ശേഷം മൃഗങ്ങളിലെ പഠനങ്ങളും മനുഷ്യരിലെ ഒന്നിലധികം ഘട്ടങ്ങളിലുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങളും നടക്കുന്നു. പരീക്ഷണാത്മക മരുന്നുകളിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ എപ്പോഴെങ്കിലും നിയന്ത്രണ ഏജൻസികളുടെ അംഗീകാരം ലഭിക്കാറുള്ളൂ. കണ്ടുപിടുത്തം മുതൽ വിപണിയിലെത്തുന്നതുവരെയുള്ള യാത്രയ്ക്ക് ഒരു പതിറ്റാണ്ടിലധികം സമയമെടുക്കുകയും കോടിക്കണക്കിന് ഡോളർ ചിലവ് വരികയും ചെയ്യും.
ഫൈസർ ഈ പ്രക്രിയയിൽ വൻതോതിൽ നിക്ഷേപവും നടത്തുന്നുണ്ട്. അതിൻ്റെ ഗവേഷണം പ്രധാനമായും ചില പ്രധാന ചികിത്സാ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓങ്കോളജി. ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ പ്രധാന കാരണങ്ങളൊന്നായി ക്യാൻസർ തുടരുന്നു. ആരോഗ്യകരമായ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ നിർദ്ദിഷ്ട ക്യാൻസർ കോശങ്ങളെ മാത്രം ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ടാർഗറ്റഡ് തെറാപ്പികൾ ഫൈസർ വികസിപ്പിക്കുന്നു. വാക്സിനുകൾ. പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവയെ തടയാൻ വാക്സിനുകൾ സഹായിക്കുന്നു. കുട്ടികളെ മുതിർന്നവരെ ബാധിക്കുന്ന നിരവധി രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകൾ ഫൈസർ വികസിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിഗതമായി നോക്കുമ്പോൾ അപൂർവ രോഗങ്ങൾ ചെറിയൊരു ജനവിഭാഗത്തെയാണ് ബാധിക്കുന്നതെങ്കിലും ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇവ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നുണ്ട്. ഇമ്മ്യൂണോളജി. സ്വയം പ്രതിരോധ തകരാറുകളും വിട്ടുമാറാത്ത വീക്കങ്ങളും ഉൾപ്പെടെയുള്ള രോഗപ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് കമ്പനിയുടെ ഗവേഷകർ പഠിക്കുന്നു. ഇന്റേണൽ മെഡിസിൻ. ഇതിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, മെറ്റാബോളിക് ഡിസോർഡേഴ്സ്, മറ്റ് സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സ ഉൾപ്പെടുന്നു. 2020 ലോകം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥകളിൽ ഒന്നിനെ നേരിടുകയും ചെയ്തു. COVID-19 മഹാമാരി ഭൂഖണ്ഡങ്ങളിലുടനീളം അതിവേഗം പടർന്നു പിടിച്ചു. സമ്പദ് വ്യവസ്ഥകളെ തകർക്കുകയും ആരോഗ്യ പരിപാലന സംവിധാനങ്ങളെ നിശ്ചലമാക്കുകയും ചെയ്യുകയും ചെയ്തു. എല്ലാ രാജ്യങ്ങളും വാക്സിനുകൾ വികസിപ്പിക്കാനുള്ള ഓട്ടം ഉടനടി ആരംഭിച്ചു. മെസഞ്ചർ RNA അല്ലെങ്കിൽ mRNA സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു വാക്സിൻ നിർമ്മിക്കുന്നതിനായി ഫൈസർ ജർമ്മൻ ബയോടെക്നോളജി കമ്പനിയായ BioNTech പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ശാസ്ത്രജ്ഞർ പതിറ്റാണ്ടുകളായി mRNA-യെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പ് മനുഷ്യരിൽ വ്യാപകമായ ഉപയോഗത്തിനായി ഒരു mRNA വാക്സിനും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. വെല്ലുവിളി വളരെ വലുതായിരുന്നു. ഗവേഷകർ അടിയന്തരമായി അഹോരാത്രം ജോലി ചെയ്യുകയും ചെയ്തു. ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്സിൻ COVID-19-നെതിരെ ശക്തമായ ഫലപ്രാപ്തി തെളിയിച്ചു. നിരവധി രാജ്യങ്ങളിലെ റെഗുലേറ്റർമാർ ഇതിന് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകുകയും ചെയ്തു. തുടർന്ന് വൻതോതിലുള്ള വാക്സിനേഷൻ ക്യാമ്പയിനുകൾ നടന്നു. കോടിക്കണക്കിന് ഡോസുകൾ ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെട്ടു. പലർക്കും ഫൈസർ ബയോടെക് വാക്സിൻ ഒരു ആഗോള പ്രതിസന്ധി ഘട്ടത്തിലെ ശാസ്ത്രീയ പുരോഗതിയുടെ പ്രതീകമായി മാറി. അന്താരാഷ്ട്ര സഹകരണം, ബയോടെക്നോളജി, ആധുനിക ഉൽപ്പാദന രീതികൾ എന്നിവയ്ക്ക് അഭൂതപൂർവമായ ഒരു അടിയന്തര സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കാമെന്നും ഈ പ്രോജക്റ്റ് തെളിയിച്ചു. ഇന്ന് ഫൈസർ യഥാർത്ഥത്തിൽ ആഗോളതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. കമ്പനി ലോകമെമ്പാടും 10,000-കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നു. ഗവേഷണ ലബോറട്ടറികൾ, ഉൽപ്പാദന പ്ലാന്റുകൾ, വിതരണ കേന്ദ്രങ്ങൾ, പ്രാദേശിക ആസ്ഥാനങ്ങൾ എന്നിവ കമ്പനി നൽകുന്ന സൗകര്യങ്ങൾ ചിലതാണ്. വികസിത രാജ്യങ്ങളിലെയും വളർന്നു വരുന്ന വിപണികളിലെയും ഒന്നിലധികം ഭൂഖണ്ഡങ്ങളിൽ ഫൈസർ മരുന്നുകൾ വിൽക്കപ്പെടുന്നു. ഈ ശൃംഖല നിലനിർത്തുന്നതിന് അത്യാധുനിക ലോജിസ്റ്റിക്സും കർശനമായ ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങളും ആവശ്യമാണ്. പല ഉൽപ്പന്നങ്ങളും കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട താപനിലയിലും സാഹചര്യങ്ങളിലും വേണം കൊണ്ടുപോകാൻ. ഒരു ചെറിയ തടസ്സം പോലും ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങളെയും രോഗികളെയും ബാധിച്ചേക്കാം. ഫൈസർ ഒരു ആരോഗ്യ സംരക്ഷണ കമ്പനി മാത്രമല്ല, അത് ഓഹരി ഉടമകളുടെ ഉത്തരവാദിത്തമുള്ള ഒരു പബ്ലിക് ട്രേഡഡ് കോർപ്പറേഷൻ കൂടിയാണ്. പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്, വാക്സിനുകൾ, ലൈസൻസിംഗ് കരാറുകൾ, തന്ത്രപരമായ മറ്റു പങ്കാളിത്തങ്ങൾ എന്നിവയിൽ നിന്നുമാണ് കമ്പനി അതിൻ്റെ വരുമാനം പ്രധാനമായും കണ്ടെത്തുന്നത്. ഫൈസർ അടിക്കടി മറ്റ് കമ്പനികളെ ലയിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുമുണ്ട്. ഈ ഏറ്റെടുക്കൽ പുതിയ സാങ്കേതിക വിദ്യകൾ, പ്രതീക്ഷ നൽകുന്ന മരുന്ന് കാൻഡിഡേറ്റുകൾ, പ്രത്യേക വൈദഗ്ധ്യം എന്നിവയിലേക്ക് പ്രവേശനം നേടാൻ കമ്പനിയെ സഹായിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം കടുത്ത മത്സരമുള്ളതാണ്. കമ്പനികൾ മരുന്നുകൾ വികസിപ്പിക്കുന്നതിൽ മാത്രമല്ല, തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെ സംരക്ഷിക്കുന്ന പേറ്റന്റുകൾ ഉറപ്പാക്കുന്നതിലും മത്സരിക്കുന്നു. ജനറിക് മരുന്നുകൾ വിപണിയിൽ വരുന്നതിന് മുമ്പ് ഗവേഷണ നിക്ഷേപങ്ങൾ തിരിച്ചുപിടിക്കാൻ പേറ്റന്റുകൾ കമ്പനികളെ അനുവദിക്കുന്നുണ്ട്. പല പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ പോലെ തന്നെ ഫൈസറും വിമർശനങ്ങളും വിവാദങ്ങളും നേരിട്ടിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. മരുന്ന് വില നിർണ്ണയം. ചില മരുന്നുകൾക്ക് അമിത വിലയാണെന്നും ഇത് രോഗികൾക്ക് ലഭ്യമാകുന്നത് പരിമിതപ്പെടുത്തുന്നുവെന്നും വിമർശകർ വാദിക്കുന്നു. എന്നാൽ ഉയർന്ന വികസന ചെലവുകൾക്ക് വലിയ നിക്ഷേപ വരുമാനം ആവശ്യമാണെന്ന് അനുകൂലിക്കുന്നവർ മറുപടിയായി നൽകുന്നു. പേറ്റന്റ് സംരക്ഷണം. കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ എത്ര കാലം പ്രത്യേക അവകാശം ഉണ്ടായിരിക്കണമെന്നതിനെ ചൊല്ലി പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. മരുന്നുകളുടെ ലഭ്യത. കുറഞ്ഞ വരുമാനമുള്ള രാജ്യങ്ങളിൽ
ജീവൻ രക്ഷാ മരുന്നുകൾ കൂടുതൽ വ്യാപകമായി ലഭ്യമാക്കണമെന്ന് പൊതുജനാരോഗ്യ പ്രവർത്തകർ പലപ്പോഴും കമ്പനിയോട് ആവശ്യപ്പെടുന്നുണ്ട്. നിയമപരവും നിയന്ത്രണപരവുമായ പ്രശ്നങ്ങൾ. കമ്പനിയുടെ നീണ്ട ചരിത്രത്തിൽ മാർക്കറ്റിംഗ് രീതികളെ മറ്റ് ബിസിനസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച നിയമ പോരാട്ടങ്ങളും റെഗുലേറ്ററി അന്വേഷണങ്ങളും ഒത്തുതീർപ്പുകളും ഫൈസറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ജനിതക ശാസ്ത്രം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ബയോടെക്നോളജി എന്നിവയിലെ പുരോഗതികൾ രോഗങ്ങൾ എങ്ങനെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു എന്നതിനെ മാറ്റിമറിക്കുകയാണ്. ഫൈസർ ഈ വളർന്നുവരുന്ന മേഖലകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ജീൻ തെറാപ്പികൾ, പ്രിസിഷൻ മെഡിസിൻ, അത്യാധുനിക വാക്സിനുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത മരുന്ന് കണ്ടെത്തൽ, നെക്സ്റ്റ് ജനറേഷൻ ക്യാൻസർ ചികിത്സകൾ എന്നീ മേഖലകളെക്കുറിച്ച് കമ്പനിയുടെ ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ രോഗത്തെ തടയുക എന്നതാണ് ഇത്തരം ഗവേഷണങ്ങളുടെ ലക്ഷ്യം. ഫൈസറിൻ്റെ ഭാവി നിലനിൽക്കുന്നത് അതിൻ്റെ പുതുമകൾ കണ്ടെത്താനുള്ള കഴിവിനെ ആശ്രയിച്ചായിരിക്കും. കമ്പനി കടുത്ത മത്സരവും മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സംരക്ഷണ നിയന്ത്രണങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന രോഗികളുടെ ആവശ്യങ്ങളും നേരിടുന്നുണ്ട്. എങ്കിലും അതിന് ഗണ്യമായ ശാസ്ത്രീയ വൈദഗ്ധ്യവും സാമ്പത്തിക സ്രോതസ്സുകളും ആഗോള സാന്നിധ്യവുമുണ്ട്. പുതിയ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിലും ക്യാൻസർ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ജനിതക മരുന്ന് രംഗം പര്യവേക്ഷണം ചെയ്യുന്നതിലും ആഗോള ആരോഗ്യ സംരക്ഷണത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കമ്പനികളിലൊന്നായി ഫൈസർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതിൻ്റെ കണ്ടുപിടുത്തങ്ങളെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുമുണ്ട്. കമ്പനിയുടെ തീരുമാനങ്ങൾ ലോകമെമ്പാടുമുള്ള വിപണികളെയും ആരോഗ്യ സംവിധാനങ്ങളെയും ശാസ്ത്രീയ ഗവേഷണങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. 1849 ഒരു ചെറിയ ബ്രൂക്ലിൻ ലബോറട്ടറിയിൽ നിന്നും ഇന്നത്തെ ആഗോള ഫാർമസ്യൂട്ടിക്കൽ ലീഡറിലേക്കുള്ള ഫൈസറിൻ്റെ യാത്ര ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തന്നെ പരിണാമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ശാസ്ത്രത്തിൽ കെട്ടിപ്പടുത്ത ഒരു കമ്പനി നൂതന തത്വത്തിൽ നയിക്കപ്പെടുന്നു, കണ്ടുപിടുത്തങ്ങളാൽ ആഘോഷിക്കപ്പെടുന്നു. മനുഷ്യരാശി പുതിയ രോഗങ്ങളെയും പുതിയ മെഡിക്കൽ വെല്ലുവിളികളെയും നേരിടുമ്പോൾ ആഗോള ആരോഗ്യരംഗത്ത് ഫൈസറിൻ്റെ പങ്ക് ലോകം തുടർന്നും വീക്ഷിക്കുന്ന കഥകളിലൊന്നായി തുടരുകയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.